കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും സിമ്പിൾ ഫോർമാറ്റിംഗ് എങ്ങനെയാണെന്നും നോക്കിയിരുന്നു. ഈ വീഡിയോയിൽ എങ്ങനെയാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ചെയ്യേണ്ടതെന്ന് നോക്കാം. എക്സലുള്ള അതേ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലുള്ള ബേസിക് ഫോർമാറ്റിംഗ് ചെയ്തൊരു ടേബിളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഫോർമാറ്റ് ടാബിൽ നിന്നും നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്താൽ താഴെയായി നിങ്ങൾക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്നുള്ളൊരു സെക്ഷൻ കാണാൻ കഴിയും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സബ് കാറ്റഗറി എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ സെലക്ട് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമ്മൾ ചെയ്യുന്നത് ന്യൂമറിക്കൽ കോളംസിനാണ്. ആയതിനാൽ സബ് കാറ്റഗറി എന്നുള്ളൊരു ഡ്രോപ്പ് ഡൗൺ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള 3 ന്യൂമറിക്കൽ കോളംസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ ആ ഡ്രോപ്പ് ഡൗണിൽ നിന്നും സെയിൽസ് എന്നുള്ള കോളമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ സെയിൽസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ടേൺ ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ടേബിളിൽ കാണാൻ സാധിക്കും ആ ടേബിളിന് ഒരു ബ്ലൂ കളർ, ആ പർട്ടിക്കുലർ കോളത്തിന് ബ്ലൂ കളർ അസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് വലിയ വാല്യൂസിന് ഡാർക്കർ കളറും അതുപോലെ സ്മോളർ വാല്യൂസിന് ലൈറ്റർ കളറും പവർ ബി അസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു കോളം നിങ്ങൾക്ക് കോളം ഹെഡറിൽ ക്ലിക്ക് ചെയ്ത് ഡിസെൻഡിങ് ഓർ അസെൻഡിങ് ഓർഡറിൽ ചേഞ്ച് ചെയ്താൽ ആ കളർ വേരിയേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ഞാൻ പ്രോഫിറ്റ് കോളം സെലക്ട് ചെയ്തു. ഇതിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ടേൺ ഓൺ ചെയ്യുന്നതിന് പകരം ഫോണ്ട് കളറാണ് ടേൺ ഓൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്രോഫിറ്റിനനുസരിച്ച് ഇതിൻ്റെ കളർ മാറിയതായി കാണാൻ സാധിക്കും, ഡാർക്കർ ടു ലൈറ്റർ കളർ. അടുത്തതായി ക്വാണ്ടിറ്റി കോളം സെലക്ട് ചെയ്തതിന് ശേഷം ഡാറ്റ ബാർസ് ഞാൻ ടേൺ ഓൺ ചെയ്യുകയാണ്. ഇവിടെയും ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഡാറ്റ ബാർസിൻ്റെ സൈസ് മാറുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതേ കോളം ഉപയോഗിച്ച് തന്നെ ഞാൻ ആ ഡാറ്റ ബാർസ് ടേൺ ഓഫ് ചെയ്തതിന് ശേഷം ഐക്കൺസ് ടേൺ ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഒരു ഐക്കൺ സ്പെസിഫൈ ചെയ്തതായി കാണാം. അതായത് ഒരു പെർട്ടിക്കുലർ വാല്യൂവിന് എബവ് ഉള്ള വാല്യൂസ് ഒരു പെർട്ടിക്കുലർ ഐക്കൺ അസൈൻ ചെയ്തു, അതുപോലെ തന്നെ ബിലോ വാല്യൂസ് വേറൊരു ഐക്കൺ വെച്ച് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പവർ ബി ഐയിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ചെയ്യേണ്ടത്.